Hello all, welcome to Adrenaline. So ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫാർമക്കോളജിയിലെ ജനറൽ ഫാർമക്കോളജിയാണ്. എനിക്കറിയാം നമ്മളിൽ കുറച്ച് പേരെങ്കിലും ഈ ജനറൽ ഫാർമക്കോളജി അങ്ങനെ അധികം മൈൻഡ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. നമ്മൾ ഫാർമക്കോളജിയിലെ ANS, CNS, CVS അതിലെല്ലാ ഡ്രഗ്സൊക്കെ വേണ്ടി നമ്മൾ പഠിക്കും. പക്ഷേ ജനറൽ ഫാർമക്കോളജി അതത്ര കാര്യമായിട്ട് വരത്തില്ല, അങ്ങ് മൈൻഡ് ചെയ്യാത്തൊരു ടോപ്പിക്കാണല്ലേ. പക്ഷെ നമ്മൾ പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ ഈ ജനറൽ ഫാർമക്കോളജിയിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്ക് ഇനി എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ലാഗ് അടുപ്പിക്കുന്നില്ല, ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ, ജനറൽ ഫാർമക്കോളജിയിലെ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആ ടോപ്പിക്കിൽ നമ്മൾ പല റൂട്ടുകൾ പഠിക്കുന്നുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയറിൽ നോക്കുകയാണെങ്കിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് IV റൂട്ട്. ഓക്കെ, ഇൻട്രാവീനസ് റൂട്ടിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്. അപ്പോൾ അതിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് റൂട്ടിനെ പറ്റി നമ്മൾ പഠിക്കാം. ലോക്കൽ റൂട്ടും ഉണ്ട്, സിസ്റ്റമിക് റൂട്ടും ഉണ്ട്. ഓക്കെ, ലോക്കൽ എന്ന് പറയുമ്പോൾ ടോപ്പിക്കൽ ഇൻട്രാ ആർട്ടീരിയലൊക്കെ, സിസ്റ്റമിക് എൻറ്ററൽ പാരൻറ്റലൊക്കെ. ലോക്കൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ മെത്തേഡാണ്. അത് ഏത് സൈറ്റിലാണോ വേണ്ടത് അതിലേക്കാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രാ ആർട്ടീരിയൽ ഭയങ്കര റെയറാണ്. ടോപ്പിക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഐസ്, ഇയർ, നോസൊക്കെ നോക്കുമ്പോൾ ഡ്രോപ്സ്, ഓയിൻമെൻറ്റ്, റെക്റ്റ് വേനൽക്കാലൊക്കെ നോക്കുവാണെങ്കിൽ ഇനീമ, സപ്പോസിറ്ററി ഒക്കെ. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ എന്താ, ഡയറക്റ്റ് ബ്ലഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, അതുവഴി സിസ്റ്റമിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതാണ് എൻറ്ററലും പാരൻറ്റലും. എൻറ്ററൽ എന്ന് പറയുമ്പോൾ എന്താ, ഓറൽ, സബ്ലിംഗ്വൽ, റെക്റ്റലൊക്കെ. പാരൻറ്റലും അതാണ് ഇഞ്ചക്ഷൻ പല ടൈപ്പില്ലേ. ഒന്നെങ്കിൽ നമുക്ക് IV വഴി കയറ്റുന്നുണ്ട്, അല്ലെങ്കിൽ IM ഇൻട്രാമസ്കുലർലി, അല്ലെങ്കിൽ ഇൻട്രാഡെർമലി, സബ്ക്യൂട്ടിനിയസ്ലി, അങ്ങനെയൊക്കെ. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രാവീനസ് റൂട്ട് അല്ലെങ്കിൽ IV. ഓക്കെ, IV എന്ന് പറയുമ്പോൾ ഹിയർ ദ ഡ്രഗ് ഈസ് ഡയറക്റ്റ്ലി ഇൻജക്റ്റഡ് ഇൻ ടു ബ്ലഡ് സ്ട്രീം ത്രൂ വെയിൻ വഴി ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ ഇൻജക്റ്റ് ചെയ്യുവാണ്. ഇനി നമ്മൾ ഈ IV വഴി ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പല രീതിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബോളസ് ആയിട്ട്. ബോളസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡ്രഗ് സിംഗിൾ ആയിട്ടാണ്, അതുപോലെ ലാർജ് ഡോസ് ഉണ്ട്. ഓക്കെ, ആൻഡ് എയ്തർ ഇൻജക്റ്റഡ് റാപ്പിഡ്ലി ഓർ ഇൻജക്റ്റഡ് സ്ലോലി. എക്സാമ്പിളാണ് IV പാൻറ്റപ്രസോൾ. IV പാൻറ്റപ്രസോൾ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്, അൾസറിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പെപ്റ്റിക് അൾസർ ഇല്ലേ, പെപ്റ്റിക് അൾസറിനൊക്കെയാണ് നമ്മൾ ബ്ലീഡിങ് പെപ്റ്റിക് അൾസറിനൊക്കെയാണ് നമ്മൾ IV പാൻറ്റപ്രസോൾ കൊടുക്കുന്നത്. സോ ബോളസ് ആയിട്ടാണ്, അത് സിംഗിളാണ്, ലാർജ് ഡോസാണ്, റാപ്പിഡ് അല്ലെങ്കിൽ സ്ലോലിയാണ് ഇൻജക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സ്ലോ IV ഇഞ്ചക്ഷൻ, അതാണ് IV മോർഫിൻ. അതെന്തിനാണ് കൊടുക്കുന്നത്, മയോകാർഡിൽ ഇൻഫാക്ഷനാണ് നമ്മൾ IV മോർഫിൻ കൊടുക്കുന്നത്, സ്ലോ IV ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ അബൌട്ട് ദ IV ഇൻഫ്യൂഷൻ. സെറിബ്രൽ എഡീമ ഇല്ലേ, സെറിബ്രൽ എഡീമയ്ക്ക് നമ്മൾ മാനിട്രോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇൻ കേസ് സിവിയർ ഡീഹൈഡ്രേഷൻ വരുവാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ്സ് നമ്മൾ ഇൻഫ്യൂഷൻ വഴിയാണ് ലാർജ് വോളിയം ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ അബൌട്ട് ദ അഡ്വാൻറ്റേജ്. ഓക്കെ, അഡ്വാൻറ്റേജ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ബയോ അവൈലബിലിറ്റി. ഹിയർ ദ ബയോ അവൈലബിലിറ്റി ഈസ് 100%. ഓക്കെ, ഇവർ ഫസ്റ്റ് മെറ്റബോളിസം പാസ് ചെയ്യുന്നേ ഇല്ല, നേരെ ബയോ അവൈലബിലിറ്റി നേരെ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് പോവുകയാണ്. സോ ഫസ്റ്റ് മെറ്റബോളിസം പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഹിയർ ബയോ അവൈലബിലിറ്റി ഈസ് 100%. ആൻഡ് അബൌട്ട് ദ ആക്ഷൻ, ക്വിക്ക് ഓൺസെറ്റ് ഓഫ് ആക്ഷനാണ്. ഓക്കെ, ക്വിക്ക് ഓൺസെറ്റ് ഓഫ് ആക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ റൂട്ട് ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ IV ആയിരിക്കും. എക്സാമ്പിളോടെ കൊടുക്കുകയാണെങ്കിൽ IV ലൊറാസെപ്പം, എല്ലാവരും കേട്ടൊരു ഡ്രഗല്ലേ IV ലൊറാസെപ്പം. അതെന്ത് കൺട്രോൾ ചെയ്യാനായിട്ടാണ്, ടു കൺട്രോൾ കൺവൽഷൻ എപ്പൊക്കെ വരാം, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സിലെ കൺവൽഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ IV ലൊറാസെപ്പാണ് കൊടുക്കുന്നത്. ഫൈൻ. സോ ഹിയർ ആക്ഷൻ ഇസ് ക്വിക്ക് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും IV. ലാർജ് വോളിയം ഓഫ് ഫ്ലൂയിഡാണ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഫൈൻ, ലാർജ് വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സിവിയർ ഡീഹൈഡ്രേഷൻ ഇല്ലേ, സിവിയർ ഡീഹൈഡ്രേഷൻ കേസിലൊക്കെ ലാർജ് വോളിയം ഓഫ് ഫ്ലൂയിഡ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും IV വഴി. അതുപോലെ ഹൈലി ഇറിറ്റൻ്റ് ഡ്രഗ്സ്, എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആൻറ്റി ക്യാൻസർ ഡ്രഗ്. ഓക്കെ, ഈ ആൻറ്റി ക്യാൻസർ ഡ്രഗ് ഭയങ്കര ഹൈലി ഇറിറ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഹൈലി ഇറിറ്റൻ്റ് ഡ്രഗ്സ് IV വഴി കൊടുക്കാൻ പറ്റും, ബിക്കോസ് ദേ ഗെറ്റ് ഡൈല്യൂട്ടഡ് ഇൻ ബ്ലഡ്. ഓക്കെ, ഡൈല്യൂട്ടഡ് ഇൻ ബ്ലഡ്.
അതുപോലെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനൊക്കെ നമുക്ക് IV ഇൻഫ്യൂഷൻ വഴി കൊടുക്കാൻ പറ്റും. എക്സാമ്പിളാണ് 20% ഓഫ് മാനിറ്റോൾ. മാനിറ്റോൾ നമ്മൾ പഠിച്ചു. മാനിറ്റോൾ എന്തിനു കൊടുക്കുന്നതാ? യെസ്, സെറിബ്രൽ എഡീമ. ഓക്കെ, അപ്പം ഹൈപ്പർട്ടോണിക് സൊല്യൂഷനൊക്കെ നമുക്ക് IV വഴി കൊടുക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് കോൺസ്റ്റൻറ്റ് പ്ലാസ്മ ലെവൽ ഓഫ് ഡ്രഗ് ക്യാൻ ബി മെയിൻറ്റെയിൻ. ഈ IV ഇൻഫ്യൂഷൻ വഴി ഒരു ഡ്രഗിൻ്റെ കോൺസ്റ്റൻറ്റ് പ്ലാസ്മ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിളാണ് ഡോപ്പമിൻ ഇൻഫ്യൂഷൻ കാർഡിയോജനിക് ഷോക്ക്. ഓക്കെ, ഡോപ്പമിൻ ഇൻഫ്യൂഷൻ ഇൻ കാർഡിയോജനിക് ഷോക്ക്. ഓക്കെ, കാരണം IV ഇൻഫ്യൂഷൻ വഴി നമുക്കൊരു ഡ്രഗിൻ്റെ കോൺസ്റ്റൻറ്റ് പ്ലാസ്മ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് അഡ്വാൻറ്റേജ്? ബയോ അവൈലബിലിറ്റി 100% ആയിരിക്കും. ക്വിക്ക് കോൺസെപ്റ്റ് ഓഫ് ആക്ഷൻ ആണ്. ലാർജ് വോളിയം ഓഫ് ഫ്ലൂയിഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹൈലി റിട്ടൺ ഡ്രഗ്സ് ഒക്കെ നമുക്ക് IV വഴി കൊടുക്കാൻ പറ്റും. ഹൈപ്പർട്ടോണിക് സൊല്യൂഷനൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ കോൺസ്റ്റൻറ്റ് പ്ലാസ്മ ലെവൽ ഓഫ് ഡ്രഗ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ് പഠിച്ചു. ഇനി ഡിസഡ്വാൻറ്റേജ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലോക്കൽ ഇറിറ്റേഷൻ മേ കോസ് ഫ്ലെബൈറ്റിസ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ലോക്കൽ ഇറിറ്റേഷൻ വഴി ഫ്ലെബൈറ്റിസ് മേ കോസ് ഫ്ലെബൈറ്റിസ്. ഫ്ലെബൈറ്റിസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻഫ്ലമേഷൻ ഓഫ് വെയിൻ എന്ന് ഓർത്താൽ മതി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു ലോക്കൽ ഇറിറ്റേഷൻ വേണേ വന്ന് ഫ്ലെബൈറ്റിസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഹിയർ സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അതുപോലെ സ്ട്രിക്റ്റ് അസെപ്റ്റിക് ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് അസെപ്റ്റിക് കണ്ടീഷൻ ഇവിടെ വേണം. ഓക്കെ, സ്ട്രിക്റ്റ് അസെപ്റ്റിക് കണ്ടീഷൻ ഈസ് നീഡഡ്. അതുപോലെ ചിലപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രഗില്ലേ, ചിലപ്പോൾ ചില ഡ്രഗ്സ് എക്സ്ട്രാവസേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, എക്സ്ട്രാവസേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതാണ് IV വഴി ചിലപ്പോൾ ചില ഡ്രഗ്സൊക്കെ എക്സ്ട്രാവസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുവഴി എന്ത് സംഭവിക്കാം? നെക്രോസിസ്. ഓക്കെ, നെക്രോസിസ്, അതുപോലെ ഇഞ്ചുറി, സെൽ ഇഞ്ചുറി, നെക്രോസിസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് IV വഴി എക്സ്ട്രാവസേഷൻ നടന്നിട്ട്. അതുപോലെ ഡിപ്പോർട്ട് പ്രിപ്പറേഷൻ കനോട്ട് ബി ഗിവൻ. ചില മെഡിക്കേഷനൊക്കെ ഭയങ്കര സ്ലോലി കൊടുക്കേണ്ടതായിരിക്കും. സോ അത് IV വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഡിപ്പോർട്ട് പ്രിപ്പറേഷൻ നമുക്ക് IV വഴി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഫ്ലെബൈറ്റിസ് ഉണ്ടാവാം, സെൽഫ് അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ അല്ല, സ്ട്രിക്റ്റ് അസെപ്റ്റിക് കണ്ടീഷൻ ഇസ് നീഡഡ്, സംടൈംസ് എക്സ്ട്രാവസേഷൻ ഓഫ് സം ഡ്രഗ്സ് ക്യാൻ ഒക്കർ ആൻഡ് ഓൾസോ ഡിപ്പോർട്ട് പ്രിപ്പറേഷൻ കനോട്ട് ബി ഗിവൻ. ഇനി പ്രിക്കോഷൻസ്. ഓക്കെ, നമ്മൾ IV കൊടുക്കുമ്പോൾ ഡ്രഗ് ഷുഡ് യൂഷ്വലി ബി ഇൻജെക്റ്റഡ് സ്ലോലി. ഓക്കെ, ഇൻജെക്റ്റഡ് സ്ലോലി. അതുപോലെ തന്നെ ബിഫോർ ഇൻജെക്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഓക്കെ, ബിഫോർ ഇൻജെക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മേക്ക് ഷുവർ ദാറ്റ് ദ ടിപ്പ് ഓഫ് ദ നീഡിൽ ഈസ് ഇൻ ദ വെയിനിലായിരിക്കണം. ടിപ്പ് ഓഫ് ദ നീഡിൽ ഈസ് ഇൻ ദ വെയിൻ. ഓക്കെ, പ്രിക്കോഷൻ ഒന്ന് സ്ലോലി നമ്മൾ കൊടുക്കണം. പിന്നെ ബിഫോർ ഇൻജെക്റ്റിംഗ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ടിപ്പ് ഓഫ് ദ നീഡിൽ ഈസ് ഇൻ ദ വെയിൻ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിക്കോഷൻ. സോ ജസ്റ്റ് IVയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.